തക്കാളി മുളകിട്ടതാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. അത് നമുക്കിതിൽ കടുക് വറുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വഴറ്റാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറുമ്പോൾ ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഈ കറിക്ക് ആദ്യമേ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണോ വെക്കണത്? അതെ. ഇനി ഇത് ചാറായിട്ട് വെക്കുവോ? ഇത് ഒന്ന് വഴന്ന് വരുമ്പോ അല്പം വെള്ളം ചേർത്ത്, കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് നല്ലപോലെ വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കും. ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കുറുക്കിയെടുക്കും. ഇതില് ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാ? ചോറിനും ചപ്പാത്തിക്ക് നന്നായിരിക്കും അല്ലേ? ചപ്പാത്തി നന്നായിരിക്കും. തക്കാളി കറി ആയതുകൊണ്ട് അതും കഴിക്കാൻ ഒരു ടേസ്റ്റ് ആയിരിക്കും. മറ്റേ തക്കാളി കറി പോലെ ഇതിൽ മസാല ചേർക്കൂല. നന്നായിട്ട് വഴന്നു വന്നിട്ടല്ല. കുറച്ചുകൂടെ വഴന്നിട്ട് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറി സ്ഥിരം ഉണ്ടാക്കണാണോ? സ്ഥിരം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴൊരിക്കൊക്കെ ഉണ്ടാക്കും. ഇത് കുട്ടികള് അമ്പാടി നന്ദയൊക്കെ കഴിക്കുമല്ലോ. അവര് ചെറുത് ഒന്നെങ്കിൽ കഴിക്കും. അവർക്ക് അത്ര എരിവൊന്നും അത്ര പിടുത്തമല്ല. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൂല്ലേ? പെട്ടെന്ന് തയ്യാറാക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. 5 മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും. ഇതിലേക്ക് ആവശ്യം വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. തക്കാളി നന്നായിട്ട് വെന്തുടയണം അല്ലേ? മസാലയൊന്നും ചേർക്കൂലല്ലേ? ഇതില് മസാല ഇതില് ഇറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് അല്പം ഉലുവപ്പൊടി കൂടെ ചേർക്കും. കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് നമുക്ക് ഇറക്കാം. തക്കാളി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ കഴിക്കാൻ വളരെ രുചികരമാണ്.